Hello, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ഡ്രിങ്കിൻ്റെയാണ്. നമ്മളിതിലേക്ക് ഫ്രൂട്ട്സോ നട്ട്സോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് നല്ല രുചിയോടുകൂടി തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു സോസ് പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ചൊവ്വരി ഇട്ടിട്ടൊന്ന് വേവിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വെള്ളം തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് ഇവിടെ ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങയും പഞ്ചസാരയും ഒക്കെ കുറച്ച് അധിക സമയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു നല്ലൊരു ബ്രൗൺ നിറം ആവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൊവ്വരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള 1/2 കപ്പ് ചൊവ്വരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുതിർത്തൊന്നും വെച്ചിട്ടില്ല. കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരു 8-10 ഈത്തപ്പഴം ഒന്ന് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അധിക സമയം കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുതിർത്ത് വെക്കാൻ സമയമില്ലെങ്കിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് ഈ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ജ്യൂസ് എടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചൊവ്വരി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം കേട്ടോ, അതല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇതിവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ബ്രൗൺ നിറം ആകുന്നവരെ വറുത്തെടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അത് കൂടുതൽ ചൂടായിട്ട് ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചൊവ്വരിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ അരിച്ചെടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മാത്രമല്ല ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മിൽക്ക് മെയ്ഡ്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളപ്പിച്ചെടുത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കായപ്പൊടിയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു പാലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു പാല് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. ഇപ്പോൾ ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ലൂസായിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോഴാണിത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനിവിടെ നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങ വെച്ചിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നട്ട്സിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതിവിടെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല രുചിയുള്ള ഒരു അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് ആണ്. അതുപോലെ നല്ല ഹെൽത്തി ആണ്. ഫ്രൂട്ട്സോ നട്ട്സോ ഒന്നും ഇല്ലാത്തതിന് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടെ തന്നെ കുടിക്കാനും കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്